അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നീറ്റിന്റെ റിസൾട്ട് വന്നു അല്ലേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും നമ്മുടെ മാർക്കും റാങ്കും വന്നേക്കുന്നത്. 3 വർഷം 4 വർഷം 2 വർഷവും ഒക്കെ എടുത്ത് കഷ്ടപ്പെട്ട് രാവും പകലും ഉറക്കില്ലാതെ പഠിച്ചിട്ടും റാങ്കും മാർക്കൊക്കെ കാണുമ്പോഴേക്കും ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലായിരിക്കും നമുക്ക് അല്ലേ. പക്ഷേ ഡോണ്ട് ലൂസ് ഹോപ്പ്. കാരണം ഞാനും നീറ്റ് ഒരു 3 തവണ എഴുതിയായിരുന്നു. അതിൽ ആദ്യത്തെ 2 തവണ എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഒട്ടും സീരിയസ് അല്ലായിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ട് തന്നെ ആദ്യത്തെ 2 തവണയും പോയി. എൻ്റെ ഈ ജേർണിയിൽ എൻ്റെ പാരൻസ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. അങ്ങനെ 3-ാം തവണയും അവർ റിപ്പീറ്റിന് വിടാൻ തീരുമാനിച്ചു എന്നെ. അങ്ങനെ ഞാൻ റിപ്പീറ്റിന് പോയി അടിപൊളിയായിട്ട് പഠിച്ചു. ഈ പ്രാവശ്യം എന്തായാലും കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എക്സാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ കുറേ അധികം മിസ്റ്റേക്സ് ഉണ്ടാക്കി. എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയി. 2 ആഴ്ച ഫുൾ കരച്ചിലായിരുന്നു, ആകെ ശോകമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റിൽ എനിക്കൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, വെരി സിമ്പിൾ. ഞാൻ എന്നത് അവിടെ നിർത്തിയിട്ടിട്ട് പോയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഐ വുഡൻ ബി ടോക്കിംഗ് ടു യു ലൈക്ക് ദിസ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വിഷമിക്കരുത്. കാരണം ദൈവം എല്ലാം അതിൻ്റെതായ സമയത്ത് നടത്തി തരും. കഷ്ടപ്പാട് ദൈവം കാണാതിരിക്കത്തില്ല. ഇനിയിപ്പോൾ MBBS കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത് ഒരിക്കലും. കാരണം MBBSനേക്കാളും നല്ല വേറെ കോഴ്സസ് കുറേ ഉണ്ട്. ഇനിയിപ്പോൾ MBBS തന്നെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിലും യു സ്റ്റിൽ ഹാവ് ചാൻസ് അല്ലേ. യു സ്റ്റിൽ ഹാവ് ചാൻസ്. ടേക്ക് യുവർ ചാൻസ് ആൻഡ് പ്രൂവ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ് ഗൈസ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഹു അപ്പിയർഡ് ഫോർ ദി നീറ്റ് എക്സാം.